സി കൃഷ്ണകുമാറിനെതിരെ ബി.ജെ.പിയിൽ പടയൊരുക്കം. ലൈംഗിക പീഡന പരാതിയിൽ നടപടി വേണമെന്ന് ഒരു വിഭാഗം. കൃഷ്ണകുമാറിനെ സംരക്ഷിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്ന് വിലയിരുത്തൽ. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും കടുത്ത നടപടി വേണമെന്ന നിലപാടാണ് ഉള്ളത്. വിശദമായ അന്വേഷണത്തിന് ശേഷം നടപടി മതിയെന്ന അഭിപ്രായം ഉള്ള നേതാക്കളുമുണ്ട്. സാജിദ് അജ്മൽ വിവരങ്ങളുമായി ചേരുന്നു. സാജിദ്, ഈ ബി.ജെ.പിയിൽ പരമ്പരാഗതമായുള്ള രണ്ട് ഗ്രൂപ്പുകൾ, ആ രണ്ട് ഗ്രൂപ്പുകളാണോ കൃഷ്ണകുമാറിന് അനുകൂലമായും പ്രതികൂലമായും നിലപാട് സ്വീകരിക്കുന്നത്? അതല്ല അതിനപ്പുറവും നിലപാടുകളുണ്ടോ? അജിൻസ്, ഗുരുതര സ്വഭാവമുള്ള ലൈംഗിക പീഡന പരാതിയാണ് പാർട്ടിക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. ഇത് വളരെ ലാഘവത്തോടു കൂടി തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ, അദ്ദേഹം പാലക്കാട് എം.എൽ.എ ആണ്. അദ്ദേഹത്തിനെതിരെ മത്സരിച്ചിരുന്ന ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തിയ സി കൃഷ്ണകുമാറിനെതിരെയും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ആരോപണം ഉയർന്ന ഉടൻ തന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെച്ചു. പിന്നീട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കി. ഈ രീതി തുടർന്നില്ലെങ്കിൽ, അതായത് അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ നിന്ന് ഈ അദ്ദേഹത്തിന്റെ ഭാരവാഹിത്വമെങ്കിലും ഈ മാറ്റി നിർത്തിയില്ലെങ്കിൽ അത് വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് ഭൂരിഭാഗം നേതാക്കൾക്കും ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരൻ അടക്കം ഉള്ള നേതാക്കൾക്ക് ഇതിൽ കർശന നടപടി വേണമെന്ന അഭിപ്രായം ഉണ്ട്. ശോഭാ സുരേന്ദ്രനെ പോലുള്ള വനിതാ നേതാക്കൾക്കും ഇത്തരം ഒരു പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യമാണ് ഉള്ളത്. ഈ പരമ്പരാഗത ഗ്രൂപ്പിസം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുമുണ്ട്. ഈ തിടുക്കത്തിൽ നടപടിക്ക് പകരം വിശദമായ പാർട്ടി അന്വേഷണം നടത്തണം എന്നുള്ള അഭിപ്രായമുള്ള ആളുകളുമുണ്ട്. എന്തായാലും ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണണമെന്ന അഭിപ്രായം തന്നെയാണ് ഉള്ളത്. കൃഷ്ണകുമാറിനുള്ളവർ ഇത് ഈ കോടതി തീർപ്പാക്കിയ കേസാണ് എന്ന് പറഞ്ഞ് തടിയൂരാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ കോടതിയിൽ ഈ ലൈംഗിക പീഡന പരാതി വന്നിട്ടേ ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ ഇന്നലെ സമ്മതിക്കേണ്ടി വന്നതാണ്.